വെറും 32,999 രൂപയ്ക്ക് 55 ഇഞ്ചുള്ള ഒരു സ്മാർട്ട് ടി വി, അതും ഒരു ബ്രാൻഡഡ് സ്മാർട്ട് ടി വി. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എങ്കിൽ വിശ്വസിച്ചോളൂ. വൂ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന 55 ഇഞ്ചിൻ്റെ പ്രീമിയം എന്ന പേരിലുള്ള സ്മാർട്ട് ടി വിയാണ് ഇത്തരത്തിൽ 32,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നത്. സാധാരണ 43 ഇഞ്ച് സ്മാർട്ട് ടി വികൾക്കൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച്. ആ ഒരു വിലയ്ക്കാണ് ഇവിടെ നമുക്ക് 55 ഇഞ്ച് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ പ്രത്യേകത. മാത്രമല്ല, ഒട്ടനവധി പ്രത്യേകതകളും ഈ ഒരു സ്മാർട്ട് ടിവിക്കുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത മറ്റൊരു സ്മാർട്ട് ടി വി, ബ്രാൻഡിൻ്റെ പേര് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ഒരു സ്മാർട്ട് ടി വി 43 ഇഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് 32,999 രൂപയായിരുന്നു. ഇവിടെ ആ പ്രൈസിന് 55 ഇഞ്ച് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കൂടാതെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 50 വാട്ടിൻ്റെ ഒരു സൗണ്ട് ബാർ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ടിവിയുടെ താഴെ തന്നെ കൊടുത്തിരിക്കുന്നു. IPS പാനൽ ടെക്നോളജിയാണ്. അതുപോലെ 4K അൾട്രാ HD സ്മാർട്ട് ടി വി ആണത്. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ടി വി OS ആയിട്ടുള്ള ഗൂഗിൾ TV OSലാണ് ഈ ഒരു സ്മാർട്ട് ടി വി വർക്ക് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയാലും നമുക്ക് ഈ ഒരു വലിയ സ്മാർട്ട് ടി വി അൺബോക്സ് ചെയ്ത് ഈ ഒരു സ്മാർട്ട് ടി വിയുടെ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ട്, സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നെല്ലാം നോക്കാം. അതുപോലെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, സാധാരണ സ്മാർട്ട് ടി വികൾ വരുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്താണെങ്കിൽ പോലും ഇതും കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഇത്തരത്തിൽ പ്രിൻ്റഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അത് മറ്റ് ബ്രാൻഡ് ടി വികൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. വൂവിൻ്റെ മറ്റ് ചില ടി വികളിൽ ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിൽ ടി വി വരാറുണ്ട്. ഇതിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ വോൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ഇതുപോലെ 2 ടേബിൾ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ മൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയത്, മെറ്റാലിക് അല്ല. കൂടാതെ ഇതുപോലൊരു പൗച്ചുണ്ട്. അതിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ഇൻഫർമേഷൻസിൻ്റെ ബുക്ക്ലെറ്റ്, അതുപോലെ പവർ കോഡ്, റിമോട്ട്, വോൾ മൗണ്ട് ചെയ്യാനുള്ള ഫിഷർ സ്ക്രൂ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ടേബിൾ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസ് 4 എണ്ണം, റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി. അങ്ങനെ നമ്മളത് ബോക്സിൽ നിന്നൊക്കെ പുറത്തെടുത്തു. ഇനി ഇതിൻ്റെ ഇവിടെ എല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ട്, അതെല്ലാം പുറത്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടിവിയുടെ ഇൻസ്റ്റൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് പരിശോധിക്കുന്നത് 55 ഇഞ്ചിൻ്റെ സൈസുള്ള ഒരു ടി വിയാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രീമിയം അല്ലേ? പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു പേര് പോലെ തന്നെ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു സ്മാർട്ട് ടി വി തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. 55 ഇഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 32,999 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ പ്രത്യേകത. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും, വില കുറവായിട്ട് പോലും, ഈ കാണുന്ന ഫ്രെയിമൊക്കെ മെറ്റാലിക് ഫ്രെയിമാണ്. ഒരു ബെസൽലെസ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴ്ഭാഗം കുറച്ച് കനം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് സൗണ്ട് ബാർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഏരിയ ആ ഒരു സൗണ്ട് ബാറിന് വേണ്ടി മാറി ഇരിക്കുന്നതുകൊണ്ടാണ് അവിടെ കനം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വൂ കാലിഫോർണിയ എന്നതുപോലെ എഴുതിയിട്ടുമുണ്ട്. എന്തായാലും കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ്. അതുപോലെ തന്നെ ബാക്കും ഒക്കെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ബിൽഡ് ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു സ്മാർട്ട് ടി വിയിൽ ഇല്ല. ഇവിടെ ഇതിന്റെ ബാക്കിൽ വലത് സൈഡിലായിട്ട് ഇതുപോലെ 3.5 mm ഓഡിയോ ജാക്ക്, 2 USB-A പോർട്ടുകൾ, 2 HDMI പോർട്ടും ഉണ്ട്. അതിനകത്ത് ഈ ഒരു HDMI പോർട്ടിനകത്ത് ആർക്ക് സപ്പോർട്ട് ഉണ്ട്, ഓഡിയോ ഔട്ട് അതുകൊണ്ട് എടുക്കാം. പിന്നീട് താഴേക്ക് വരുമ്പോൾ ഇവിടെ RJ45ന്റെ ഔട്ട് ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട്, ഓഡിയോ വീഡിയോ ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ RF പോർട്ട് ഉണ്ട്, മൂന്നാമതൊരു HDMI പോർട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇനി ഇതിന്റെ പാനലിനെ കുറിച്ച് പറഞ്ഞാൽ IPS പാനലാണ്. അതുപോലെ 4K അൾട്രാ HD സ്മാർട്ട് ടി വി ആണ് ഈ തന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ടി വിക്ക് ഉള്ളത്. HDR-ന്റെ സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഡോൾബി വിഷൻ സപ്പോർട്ടോ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോ ഈ ഒരു സ്മാർട്ട് ടി വിയിൽ ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു സ്മാർട്ട് ടി വിക്ക് 400 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. നോക്കി, ഞാൻ ബ്രൈറ്റ്നസ് മാക്സിമം ഇവിടെ വരും. ഞാൻ ഇത്രയും കുറച്ച് വെച്ചിരിക്കുകയാണ് ഷൂട്ടിങ്ങിന്റെ ആവശ്യം. അപ്പോൾ ഫുൾ ബ്രൈറ്റ്നസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്രയും ഷൂട്ടിങ്ങിന് നല്ല രീതിയിൽ വിഷ്വൽ കാണത്തക്ക വിധത്തിൽ വളരെ കുറച്ച്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 100 ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 12ലാണ് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടിവിയിൽ ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഇതുമായിട്ട് വയർലെസ്ലി നമുക്ക് പെയർ ചെയ്ത് കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടി വിയിലും ആ ഒരു ഗൂഗിൾ ക്രോം കാസ്റ്റിന്റെ ആ ഒരു സപ്പോർട്ട് വളരെ ഫാസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സ്മാർട്ട് ടി വിയിൽ ഈ ഒരു ഗൂഗിൾ ക്രോം കാസ്റ്റ് ഭയങ്കര ഡിലേ കാണിക്കാറുള്ളതായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്രയും ഡിലേ ഒന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് ഫയലുകൾ ഇത്തരത്തിൽ വയർലെസ്ലി നമുക്ക് ഈ ഒരു ടി വിയിൽ പ്രൊജക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഐഫോണുകളിലും ഈ ഒരു ക്രോം കാസ്റ്റ് വഴി നമുക്ക് ഇതിനകത്ത് ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്തും ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് 2.4 GHz വൈഫൈയും ഫാസ്റ്റ് വൈഫൈ ആയിട്ടുള്ള 5 GHz
GHz വൈഫൈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ മോഡം ഈ പറഞ്ഞ പോലെ 5 GHz വൈഫൈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ചില സ്മാർട്ട് ടിവികളിൽ 5 GHz വൈഫൈ സപ്പോർട്ട് കാണാറില്ല. ഇവിടെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ALLM സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ നൽകിയിട്ടുണ്ട്. അതായത് ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. അതായത് നമ്മൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കൺസോളുകളൊക്കെ കണക്ട് ചെയ്ത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ലോ ലേറ്റൻസി മോഡും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ടിവിയിൽ 2GB റാമും 16GB ഇന്റൽ മെമ്മറിയുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2GB റാം ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇതിനകത്ത് വലിയ ലാഗ് ഒന്നും പറയാനില്ല. നല്ല ഒരു സ്മൂത്ത് ആയിട്ടാണ് ഇതിന്റെ ഒരു നാവിഗേഷൻ കണ്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ടിവി നൽകുന്നത്. 16GB ഇന്റൽ മെമ്മറി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 5-6 സിനിമകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇന്റർണൽ സ്റ്റോറേജിൽ തന്നെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ TV OSനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് Android 11 ആണ് ഈ ഒരു സ്മാർട്ട് ടിവിയിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ടിവിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആകാൻ പോകുന്നത് ഇതിനകത്തുള്ള ബിൽറ്റ് ഇൻ സൗണ്ട് ബാർ ആണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ടിവി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സൗണ്ട് ബാറിന് വേണ്ടി പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പൈസ മുടക്കേണ്ടതില്ല. നമുക്കറിയാം സാധാരണ സ്മാർട്ട് ടിവികളിലൊക്കെ 24 വാട്ടിന്റെ സൗണ്ട് ഔട്ടാണ് സാധാരണ വരുന്നത്. 20-24 വാട്ടിന്റെ സൗണ്ട് ഔട്ട് മാത്രമാണ് സ്പീക്കറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ 50 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള സൗണ്ട് ബാർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഗുണം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം നമ്മൾ ഇംഗ്ലീഷ് മൂവികളൊക്കെ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് മൂവിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ മികച്ച ഒരു സൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു വലിയ വാട്ടുള്ള സ്പീക്കർ ഉപയോഗിക്കണം. സാധാരണ സ്മാർട്ട് ടിവികൾ ഈ പറഞ്ഞ 24 വാട്ട് വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. ചിലതിൽ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ വരിക. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ 50 വാട്ടിന്റെ സൗണ്ട് ബാർ കൊടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് കേട്ട് നോക്കാം. സാധാരണ സ്മാർട്ട് ടിവികളെ അപേക്ഷിച്ച് മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ടിവി നൽകുന്നുണ്ട്. 50 വാട്ടിന്റെ ഒരു സൗണ്ട് ബാർ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ടിവി നൽകുന്നുണ്ട്. പക്ഷേ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് അവകാശപ്പെടാനില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ടിവിക്കകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് നൽകിയിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പ്രീമിയം സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആവശ്യത്തിന് ബാസും ഒക്കെ ഉണ്ട് ഈ ഒരു സൗണ്ട് ബാർ. സാധാരണ സ്മാർട്ട് ടിവിയിൽ നമുക്കറിയാം 20 വാട്ടിന്റെ 24 വാട്ടിന്റെ ഒക്കെ സൗണ്ട് ഔട്ട്പുട്ടാണ് ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് 50 വാട്ടിന്റെ ഒരു സൗണ്ട് ബാർ തന്നെ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും സാധാരണ ടിവികളെക്കാൾ ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു സ്മാർട്ട് ടിവി സമ്മാനിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായതിനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇതാണ് ഈ ഒരു സ്മാർട്ട് ടിവിയോടൊപ്പം വരുന്ന റിമോട്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള റിമോട്ടാണ്. നമുക്ക് ബാക്കിലൊക്കെ നല്ല ഗ്രിപ്പൊക്കെ നൽകിയിരിക്കുന്ന ടൈപ്പുള്ള ഒരു റിമോട്ടാണ് ഇത്തവണ വൂ ടിവിയോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വോയിസ് അസിസ്റ്റന്റിനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഓക്കെ ഗൂഗിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഹോം ബട്ടൺ ഉണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയുടെ ഡെഡിക്കേറ്റഡ് ബട്ടണുകളുണ്ട്. ഇതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് പിക്ചർ പ്രൊഫൈൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പിക്ചർ മോഡുകൾ നമുക്ക് കാണാം. സ്റ്റാൻഡേർഡ്, ഡൈനാമിക്, സിനിമ, എക്കോ, ജെന്റിൽ, വിവിഡ്സ്, ക്രിക്കറ്റ്, ഗെയിം തുടങ്ങിയ മോഡുകൾ നമുക്ക് കാണാം. ക്രിക്കറ്റ് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്രിക്കറ്റിന്റെ ആ ബോളും ഒക്കെ കൃത്യമായി വിസിബിൾ ആകുന്ന തരത്തിലുള്ള ഒരു സെറ്റിംഗ്സ് ഈ ഒരു ടി വി നൽകും. അതുപോലെ മൂവിയെ കാണുമ്പോൾ സിനിമ മോഡ് ഇട്ടാൽ കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ട് നമുക്ക് അത്തരം മോഡിലേക്ക് മാറും. അതുപോലെ സൗണ്ട് പ്രൊഫൈൽ എടുക്കാനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടണും ഈ ഒരു റിമോട്ടിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടിവിയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് സൗണ്ട് ഓൺലി എന്ന് പറയുന്ന ഒരു മോഡ്. ഈ ഒരു ടിവിയുടെ സെറ്റിംഗ്സിൽ വന്ന് സൗണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ സൗണ്ട് ഓൺലി എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അത് ഓൺ ചെയ്താൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ ഡിസ്പ്ലേ ഓഫായി ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇതുപോലെ യൂട്യൂബിലെ മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഡിയോ കാണിക്കില്ല. പകരം നമുക്ക് കറണ്ട് കൺസംഷൻ ഒക്കെ കുറയും. ഡിസ്പ്ലേ ഓഫായിട്ട് നമുക്ക് ആ പാട്ട് നമുക്ക് കേൾക്കാം. ഒരു ഓഡിയോ പ്ലെയർ പോലെ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. ഇത്തരത്തിൽ യൂട്യൂബിൽ മറ്റോ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിൽ വന്ന് സെറ്റിംഗ്സിലേക്ക് കയറുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ഓഫ് ആകുമെങ്കിലും സെറ്റിംഗ്സിൽ സൗണ്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ സൗണ്ട് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് നമുക്ക് ഇവിടെ കേൾക്കും. ഡിസ്പ്ലേ ഇതുപോലെ 10 സെക്കൻഡിന് ശേഷം ഓഫ് ആവും. വോളിയം കൺട്രോളൊക്കെ നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാം. വോളിയം കൂട്ടാം, വോളിയം കുറയ്ക്കാം ഒക്കെ ചെയ്യാൻ സാധിക്കും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേതെങ്കിലും കീ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ ഒരു ഡിസ്പ്ലേ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ടിവിയിൽ കുറവായിട്ടുള്ളത്. ഒന്ന് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഒന്ന് ഡോൾബി വിഷന്റെ സപ്പോർട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡോൾബി വിഷന്റെയും ഡോൾബി അറ്റ്മോസിന്റെയും ഒക്കെ സപ്പോർട്ട് വേണമെങ്കിൽ വൂവിന്റെ തന്നെ വൂ ഗ്ലോ LED എന്ന് പറയുന്ന മറ്റൊരു മോഡലുണ്ട്. കുറച്ചുകൂടെ പ്രൈസ് ആവും. അത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഈ ഒരു സ്മാർട്ട് ടിവി ഈ പറഞ്ഞ പോലെ 55 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് 32,999 രൂപ മാത്രമാണ്. രണ്ട് വ്യത്യസ്ത സൈസുകളാണ് ഈ ഒരു മോഡൽ ടി വി വരുന്നത്. അതായത് 55 ഇഞ്ചും ഉണ്ട്, 43 ഇഞ്ചും ഉണ്ട്. നമ്മളിവിടെ പരിശോധിച്ചത് 55 ഇഞ്ചാണ്. എന്തായാലും എനിക്ക് ഈ ഒരു പ്രൈസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നു. മനോഹരമായിട്ടുള്ളൊരു ടി വി തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ അധികം 55 ഇഞ്ച് ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.